ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല രാത്രിയിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിയ സകല മുഖാന്തരങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സംഭവകരമായ ലോകത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടവിടങ്ങളായി കൺമണി പോലെ കാത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിന്റെ അവസാന ശനിയാഴ്ച കൂടെ കൃപയാണ് നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നാളിൽ ഈ സിറ്റി ചാനലിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ പിന്നെയും ഞാൻ അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ അവിടവിടങ്ങളായി പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രിയിൽ മുഖവര കൂടാതെ ഒരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അപ്പോസ്തലൻ തന്നെ ലേഖനം എഴുതിയപ്പോൾ ഒരു വ്യക്തിയെ വിരൽ ചൂണ്ടുവാനായിട്ടിടയായിരുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം സ്തോത്രം അതിന്റെ 17-18 വാക്യങ്ങളിൽ തന്റെ ലേഖനത്തിൽ ഒരു വ്യക്തിയെ വിരൽ ചൂണ്ടുവാനായിട്ടിടയായിരുന്നു. ആ വ്യക്തിയെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഏലിയാവ് ആമേൻ സ്തോത്രം ഒരു സാധാരണ മനുഷ്യന്റെ സ്വഭാവം തന്നെ ഉള്ളവനായിരുന്നു. എന്നാൽ അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചത് സ്വർഗം അവന് നൽകിക്കൊടുത്തു. അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. പിന്നത്തേതിൽ അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവൻ മഴ പെയ്തിറങ്ങുവാനിടയായി. മഴ മാത്രമല്ല പെയ്തത്, പിന്നെ ധാന്യം വിളയുവാനിടയായി തീർന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ദൈവം. ഇതാണ് ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം. ഏലിയാവ് അവൻ സ്തോത്രം. ഏലിയാവിന്റെ ചരിത്രം പഠിക്കുന്ന 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലാണ് ഏലിയാവിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഏലിയാവിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതകളൊന്നും ഏലിയാവിനെ കുറിച്ച് ബൈബിളിനകത്ത് എഴുതപ്പെട്ടിട്ടില്ല. ഏലിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിഷ്ബിയിൽ നിന്നുള്ളവനായ ഒരു സാധാരണക്കാരനായ ഒരു ഭക്തനെന്ന് മാത്രമേ ഏലിയാവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചതുണ്ട്. ദൈവം പറഞ്ഞിട്ടല്ല അവൻ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് പോയത്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവനോട് പറഞ്ഞില്ല നീ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന ആഹാബിനോട് സംസാരിക്കണമെന്ന് ദൈവം ഏലിയാവിനോട് പറഞ്ഞില്ല. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കൊടുത്ത അകത്തുള്ള ആലോചന, ദൈവം കൊടുത്ത അവന്റെ അകത്ത് പ്രകാശിപ്പിച്ച ആലോചന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയാം: തന്റെ ദേശത്ത് ഒരുപറ്റം ജനം ദൈവത്തെ അറിയണം. തന്റെ ദേശത്ത് അന്യാരാധനയുടെ ശക്തി വളരുക. തന്റെ ദേശത്ത് ദൈവം ജീവനുള്ളവനെന്ന് പറയണം. തന്റെ ദേശത്ത് ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് അവൻ ദേശം അറിയണം. അതൊന്നും മാത്രമായിരുന്നു ഏലിയാവിന്റെ ആഗ്രഹം. അത് സാധാരണക്കാർക്കില്ലാത്ത ഒരു പ്രത്യേക ആഗ്രഹം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഏലിയാവിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവനൊരു പ്രാർത്ഥനാ പുരുഷനായിരുന്നു. നല്ല പ്രാർത്ഥനാ ശക്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. രാത്രിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും സ്തോത്രം ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ള വ്യക്തിയാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ ഒരു വീര്യം നിന്റെ അകത്തുണ്ടായാൽ, പ്രാർത്ഥനയ്ക്കുള്ള ഒരു താലന്റ് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള ഒരു എരിവ്, പ്രാർത്ഥനയ്ക്കുള്ള ഒരു തീഷ്ണത നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നീ പരാജയം കാണുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എന്റെ മകൾ സ്തോത്രം ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിച്ച് അവിടെ സർട്ടിഫിക്കറ്റ് എല്ലാമായി അവളുടെ ഓട്ടോയിൽ അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നഴ്സിംഗിന് കംപ്ലീറ്റ് ആയതിനു ശേഷം പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ ഒരു കവറിലിട്ട് ഓട്ടോയിലിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പെട്ടെന്നുള്ള ധൃതിയാൽ സ്തോത്രം ഓട്ടോക്കാരന് പൈസ കൊടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം വാഹനത്തിൽ മറന്നുപോയി. ദൈവത്തിന്റെ സ്തോത്രം. ബാംഗ്ലൂർ പട്ടണത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം.
ആമേൻ ആയിരക്കണക്കിന് ഓട്ടോകൾ ഓടിക്കുന്ന അല്ലെങ്കിൽ ഓടുന്ന പട്ടണമാണ് ബാംഗ്ലൂർ പട്ടണം. ഈ ഓട്ടോ അങ്ങ് പോവുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പറയട്ടെ, ആമേൻ സ്തോത്രം, പ്രാർത്ഥനയ്ക്കകത്ത് ശക്തിയുണ്ട്. എന്റെ പ്രിയ പൈതൽ അവിടെ ഇരുന്നുകൊണ്ട് ആമേൻ എന്നെ ഫോണിൽ കൂടെ വിളിച്ചു. എന്നോട് പപ്പ, എന്റെ നേഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. 12ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. 10ലെ സർട്ടിഫിക്കറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. നേഴ്സിംഗിന്റെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കത് എങ്ങനെ തിരികെ കിട്ടും? ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഏലീശ ഒരു കമ്പ് കിട്ടി. ആമേൻ സ്തോത്രം എറിഞ്ഞപ്പോൾ ആമേൻ കോടാലി അല്ല പൊങ്ങി വന്നത്, ഇരുമ്പ് പൊങ്ങി വന്നു. ഞാൻ പറഞ്ഞു, മോളെ അത് കിട്ടുന്ന സമയം വരെ ഞാനിവിടെ മുഴങ്കാലിരിക്കും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. പലരും പറഞ്ഞു ഇനി അത് കിട്ടത്തില്ല. പലരും പറഞ്ഞു ആരുടെ കയ്യിലെങ്കിലും കിട്ടിയാൽ വലിച്ചു കയറി കളയും. പലരും പറഞ്ഞു അതവർ തിരിച്ചു തരത്തില്ല. പലരും പറഞ്ഞു. എന്നാൽ ഞാനൊന്ന് പറഞ്ഞു, ഏലീശ വചനമയച്ചാൽ ആമേൻ അത്ഭുതങ്ങളെ നടക്കും. കൃപയാൽ 3 മണിക്കൂർ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. 3ാമത്തെ മണിക്കൂറിൽ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ വീര്യപ്രവർത്തി നടന്നു. ഓട്ടക്കാരനോട് ദൈവം ഇടപെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നോക്കുമ്പോൾ മോടെ ഫോൺ നമ്പർ അതിനകത്തില്ല, ബാംഗ്ലൂരിലെ ഫോൺ നമ്പർ അതിനകത്തില്ല. എന്നാൽ മറ്റൊരു ദേശത്തെ ഒരു ഫോൺ നമ്പർ ആ കവറിൽ കടന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ STD കോൾ ചെയ്ത് ആ ഫോണിലൂടെ ബന്ധപ്പെട്ട് കൃപയെ ഞാൻ പറയട്ടെ, രാത്രിയിൽ തന്നെ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു കിട്ടുവാനായിട്ട് ഇടയാക്കിയിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതാണ് ഏലിയാവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ശക്തിയുള്ള പ്രാർത്ഥനയാണ്. തന്റെ ഏത് ആഗ്രഹം, തന്റെ ദേശം വിടുവിക്കപ്പെടണം, തന്റെ ഏത് ആഗ്രഹം യാതൊരിടമുണ്ടാക്കി തീ കൊണ്ട് ഉത്തരം നൽകുന്നു. ദൈവത്തെ പ്രദർശിപ്പിക്കണം. ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറയണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. അവന് കണ്ണുണ്ട്, അത് കാണുന്നു. മൂക്കുണ്ട്, അത് സ്പർശിക്കാമേൻ. അത് സ്മെൽ അവൻ സ്പർശിക്കുന്നു. അവൻ കൈയുണ്ട്, സ്പർശിക്കുന്നു. ഇതെല്ലാം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഏലിയാവ് ആരാധിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞു, മോനെ നീ ഭാരപ്പെടണ്ട. നീ എനിക്ക് വേണ്ടി നിന്നതുകൊണ്ട്, എന്നെ ഉയർത്തുവാൻ നീ തീരുമാനിച്ചതുകൊണ്ട്, എന്നെ മാനിക്കുവാൻ നീ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി കൊട്ടാരത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ നിന്റെ മുമ്പിൽ വെച്ച് തരാൻ പോകുക. ദൈവത്തിന്റെ സ്തോത്രം. അതിനെനിക്ക് മനുഷ്യന്റെ ആവശ്യമില്ല കേട്ടോ. അതിനെനിക്ക് മനുഷ്യന്റെ പൂജം ആവശ്യമില്ല. കൊട്ടാരത്തിൽ നല്ല ഭക്ഷണം ഒരുക്കുന്നത് ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുതരാൻ പോകുക. നീ പോയി കെരീത്ത് തോട്ടിനരികെ ഇരിക്ക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒന്നവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു മൃഗത്തെയും അല്ലെങ്കിൽ പക്ഷികളെയും ദൈവം തെരഞ്ഞെടുത്തില്ല. കാക്കയാണ് ദൈവം തെരഞ്ഞെടുത്തത്. കാക്കയുടെ നല്ല സ്വഭാവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാക്കയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നല്ല മാമ്പഴം കാണുമ്പോൾ അത് തന്നെയല്ല ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഓമയ്ക്ക പഴുത്തു കിടക്കുമ്പോൾ അത് തന്നെയല്ല ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അനേകരെ ഒരുമിച്ച് കൂട്ടി കാ എന്നുള്ള ശബ്ദം ഉയർത്തി അനേകരെ വിളിച്ചു കൂട്ടുന്ന ഒരു നല്ല സ്വഭാവം കാക്കയ്ക്കുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഓരോ പക്ഷികൾക്കും ദൈവം ചില താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. സ്നേഹിത, ദൈവം ആമേൻ നിനക്കും ഒരു താലന്ത് തന്നിട്ടുണ്ട്. അനേകരെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു താലന്ത്, അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന ഒരു താലന്ത്, അനേകരെ കർത്താവിലേക്ക് നടത്തുന്ന ഒരു താലന്ത്, അനേകർ ഒരുമിച്ച് ജീവന്റെ മന്ന ഭക്ഷിക്കുന്ന ഒരു താലന്ത് കൊടുക്കാൻ ആരെയും ദൈവം ഈ ലോകത്തിലാക്കിയിട്ടില്ല. പറയട്ടെ, കാക്കയോട് ഏലിയാവിനോട് പറയാ, ഞാൻ നിനക്ക് വേണ്ടി കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവ് കെരീത്ത് തോട്ടിനരികിൽ ചെന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ് കാക്കയുടെ വരവ് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ശ്രദ്ധിക്കുന്ന ചില കുടുംബങ്ങളോട് ഞാൻ രാത്രി അവിടെ നിന്നുകൊണ്ട് ദൂത് വിളിച്ചവരോട് പ്രാർത്ഥനയിൽ വീര്യത്തോടെ നിൽക്കുന്നതിലെ നീ അറിയാത്ത ചില വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. നീ കണ്ടിട്ടില്ലാത്ത ചില മണ്ഡലങ്ങളെ ദൈവം നിനക്കായി തുറക്കാൻ പോകുക. നീ കേട്ടിട്ടില്ലാത്ത ചില വഴികളെ, കൊട്ടാര ജീവിതങ്ങളെ തന്നെ ദൈവം നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ തുറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാരണമുണ്ട്, 2010 വാഗ്ദത്തങ്ങളുടെ വർഷമാണ്. 2010 അനുഗ്രഹങ്ങളുടെ വർഷമാണ്. ദൈവത്തിന് സ്തോത്രം. കാക്കുകൾ വരാൻ തുടങ്ങി. ആമേൻ. ഞാൻ നോക്കുമ്പോൾ സ്തോത്രം, ഒരു കാക്ക് കൊണ്ടുവന്ന് അപ്പം വെക്കും, മറ്റൊരു കാക്ക് കൊണ്ടുവന്ന് ഇറച്ചി വെക്കും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു യോജിപ്പോ. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ദൈവത്തിന്റെ പദ്ധതി. നീ പ്രതീക്ഷിക്കാത്ത ദൈവത്തിന്റെ പദ്ധതി. നീ ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം അധ്വാനിച്ചിട്ടല്ല, നീ ആമേൻ കിളച്ചിട്ടുമല്ല. ദൈവത്തിന്റെ സ്തോത്രം. കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത നന്മകളെ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തം നിന്നെ വിട്ടുപോകുന്നതിന് ദൈവത്തിന് സ്തോത്രം. കുഴിച്ചിട്ടില്ലാത്ത കിണറുകൾ നിനക്ക് കുടിപ്പാൻ
ഞാൻ തരുമെന്നുള്ള വാഗ്ദത്തം വെളിപ്പെടുകയാണ് ഏലിയാവിന് വേണ്ടി. കാരണം എന്താ? അവൻ പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിക്കുന്നവനായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ ശുശ്രൂഷ തുടങ്ങിയത് ദുഷ്ടലോകം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മന്ത്രവാദം കൊണ്ടും ആഭിചാരം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ആഹാബിന്റെ കൊട്ടാരത്തിലാണ് അവന്റെ ശുശ്രൂഷ തുടങ്ങിയത്. അവനറിയാം പ്രതികൂലങ്ങൾ അലയടിക്കും, പ്രശ്നങ്ങൾ എഴുന്നേൽക്കും, പോരാട്ടങ്ങൾ എഴുന്നേൽക്കും. എന്നാൽ എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തിയുണ്ട്. അതിനെ ജയിക്കുന്ന, അതിനെ തകർക്കുന്ന, അതിന്റെ വീര്യബലത്തെ കെടുത്തുന്ന ഒരു ശക്തി എന്റെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഏലിയാവ് അതിനെ മുന്നേറുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അവനോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. കൽപ്പിക്കാമെന്ന് ദൈവം പറഞ്ഞില്ല, പറഞ്ഞേക്കാമെന്ന് പറഞ്ഞില്ല. പല മനുഷ്യരും പറഞ്ഞേക്കാമെന്ന് പറയും, പറയത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി അവരോട് റെക്കമെൻഡ് ചെയ്തേക്കാമെന്ന് പറയും, ചെയ്യത്തില്ല. ബൈബിൾ വിളിച്ചു പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. നീ പോകുന്നതിന് മുമ്പായി ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. നീ പോകുന്നതിന് മുമ്പായി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന്റെ മഹത്വം എന്ന് പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അനവധി സാക്ഷ്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ഏലിയാവ് കിരീടത്തോട് നദിയിൽ ഇരിക്കുമ്പോൾ ബൈബിളിൽ വിളിച്ചു പറയുന്നു, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാക്കയുടെ വരവ് നിന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാക്കയുടെ അപ്പം നിന്നു, കാക്ക കൊണ്ടുവരുന്ന അപ്പം നിന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ കിരീടത്തോട് നിന്ന് കുളിച്ചുകൊണ്ടിരുന്ന വെള്ളവും നിന്നു. എന്നാൽ അവൻ ദൈവത്തോട് മറുപടിച്ചില്ല. ദൈവത്തിന്റെ സ്തോത്രം. അടുത്ത ഏറെപ്പാട് കേൾക്കുന്ന സമയം വരെ, അടുത്ത ദൈവശബ്ദം കേൾക്കുന്ന സമയം വരെ അതെ അവിടെ തന്നെ ഇരുന്നു. ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് വിളിച്ച് പറയട്ടെ, ഒരുപക്ഷെ ഈ സമയത്ത് ഒരു ശൂന്യതയുടെ നടുവിലായിരിക്കാം, എല്ലാ വഴികളും അടഞ്ഞവരെ പോലെ ആയിരിക്കാം. ദൈവത്തിന്റെ ശബ്ദത്തിനായി ഈ ദിവസങ്ങൾ മുന്നോട്ട് വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാത്തരും. ദൈവശബ്ദത്തിനായി നിങ്ങളുടെ കാതുകളെ ഏൽപ്പിക്കുക. ദൈവശബ്ദത്തിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കുക. ദൈവത്തിന്റെ വഴി തുറക്കും. നിശ്ചയമായും അവൻ തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവം പറയുന്നു, മോനെ നീ ഇവിടെ എഴുന്നേൽക്ക്, നിനക്ക് വേണ്ടി ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരു പട്ടണത്തിലെ ഒരു പ്രമുഖനോടല്ല ദൈവം കൽപ്പിച്ചത്, ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? പ്രാർത്ഥനാ വീരനായ ഒരുവൻ നിന്റെ ഭവനത്തിന്റെ അകത്തണത്തിൽ വന്നാൽ, പ്രാർത്ഥനാ വീരനായ ഒരുവൻ ഒരു വിധവയുടെ ഭവനത്തിൽ പോയാൽ ആ ഭവനത്തിന്റെ അകത്തണത്തിൽ അനുഗ്രഹങ്ങളുടെ ഉറവുകൾ തുറക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ശക്തിയിൽ നീ മുന്നേറിയാൽ ഈ ദിവസങ്ങൾ ചില കുടുംബങ്ങളുടെ മേൽ നീ കടന്നു എന്നാൽ അവിടെ വിശാലത വരുവാനിടയാവും. എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്ന ഭവനങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകുന്നത്? പ്രാർത്ഥനയിൽ ശക്തിയുള്ളവൻ ചെന്ന് കാല് ചവിട്ടിയാൽ ആ ഭവനത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരും. ഏലിയാവിത സാരാപത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഏലിയാവ് എന്ന് ചെന്ന് കാല് ചവിട്ടിയോ, എന്ന വീട്ടിൽ ചെന്നു, അന്ന് മുതൽ കലത്തിലെ മാവ് വർദ്ധിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത്രയ്ക്കും പ്രാർത്ഥനാവീരനായ ഒരു ദൈവ ഒരു പുരുഷനായിരുന്നു ഈ ഏലിയാവ്. ദൈവത്തിന് സ്തോത്രം. അത് നിമിത്തം സംഭവിച്ചു. ഒരിക്കലും എന്റെ ജീവിതത്തിനകത്തകത്തിൽ ഒരു ഉയർച്ചയുണ്ടാകത്തില്ല എന്ന് ഞാനിങ്ങനെ കാളെ പൂട്ടി ജീവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഏലീശയുടെ ജീവിതത്തിലും തമ്പുരാൻ ഒരു വലിയ പദ്ധതിയെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിന്റെ പുറകിലുള്ള ശക്തം? അഭിഷേകമുള്ള പ്രാർത്ഥനാ ശക്തിയുള്ള ഒരുവനെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ചില കുടുംബങ്ങളെ ശൂന്യമായി കിടക്കുന്ന ചില കുടുംബങ്ങളെ എന്റെ സ്ഥിതി ഇങ്ങനെ തന്നെയായിരിക്കും. ജീവിതത്തിൽ ഞാൻ ഈ ജോലിക്ക് വേണ്ടി മാത്രം അവൻ ജീവിക്കുക, ഈ ജോലിയല്ല എനിക്ക് മറ്റു ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഇത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, ഈ കാലഘട്ടം നടക്കുന്ന ഒരു ജീവിതം ഇല്ല. സ്നേഹിത, ഇന്ന് രാത്രിയിൽ നിന്റെ പരിസ്ഥിതികളെ മാറ്റുവാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ സ്ഥിതികളെ മാറ്റിപ്പണിയുവാൻ കഴിവുള്ള ദൈവം ഈ രാത്രിയിൽ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്. ഈ രാത്രി നിങ്ങളുടെ പരിസ്ഥിതികളെ മാറ്റുന്ന അഭിഷേകം നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാവീരനായ ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ മേൽ വീണപ്പോൾ അവന്റെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടായി. പിന്നത്തേതിൽ അവനെ വിളിക്കുന്നത്, ഏലീശയെ വിളിക്കുന്നത് യജമാനെന്ന. ദൈവത്തിന്റെ സ്തോത്രം. മൃഗങ്ങളുടെ പുറകെ സ്തോത്രം കാളുകളെ കൂട്ടിക്കൊണ്ട് നടന്നവന്റെ പേര് യജമാനെന്നാക്കി. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? പ്രാർത്ഥനാവീരനെ കൈകൊടുക്കുവാൻ തയ്യാറായാൽ, പ്രാർത്ഥനാവീരനുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥനാവീരനുമായി ഒരുമിച്ച് കൂട്ടായ്മ മുന്നേറുവാൻ തയ്യാറായാൽ, അവന്റെ കൂടെ നടക്കുവാൻ തീരുമാനിച്ചാൽ ദൈവത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം തരും. ഏലിയാവിന്റെ പുറകെ പോകുമ്പോൾ പലരും അവനെ നിരുത്സാഹപ്പെടുത്തി. എന്തിനാ ദീപന്റെ പുറകെ പോകുന്നത്? നിനക്ക് എന്ത് കിട്ടും? ഇവനോ വീടോ വസ്തുവകളോ ഒന്നുമില്ലാത്തവനാ. ഇവൻ എന്തുകൊണ്ട് ഇവനെ നോക്കിയത് എന്തിനാ ഇവന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത്? എന്നാൽ ഏലിശബിനത്തേൻ പറയും, അന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ പലരും എന്നെ തടസ്സമിട്ടു. എന്നാൽ ഞാൻ ഒന്ന് നോക്കി, ഇവന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, അത് ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേൽ പകർന്നാൽ എന്റെ സ്ഥിതിക്കൊരു മാറ്റം വരും. ദൈവത്തിന്റെ സ്തോത്രം.
സ്തോത്രം. പ്രാർത്ഥനാവീരനായ ഏലിയാവ്. ബൈബിളിൽ അനേക പ്രാർത്ഥനാവീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ അതിനകത്ത് നിന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി നിന്റെ സമയത്തെ അധികം ചെലവഴിച്ചാൽ, ദൈവത്തോടുകൂടെ അധികം ചെലവഴിച്ചാൽ നിന്നിലൂടെ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. നമുക്കറിയാം, യോശുവ ആമേൻ സ്തോത്രം വിരൽ ചൂണ്ടുകയുള്ളൂ. സൂര്യ നീ അവിടെ നിൽക്ക, ചന്ദ്ര അവിടെ നിൽക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അത് നിന്നു എന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. ദൈവമുണ്ടാക്കിയ ആമേൻ സൂര്യനും ചന്ദ്രനും അതും ദൈവത്തിന്റെ നാമത്തിൽ യോശുവ അതിനെ വിരൽ ചൂണ്ടി കൽപ്പിച്ചപ്പോൾ അത് അതിൻ്റെതായ സ്ഥാനത്തുനിന്ന് അനങ്ങാതെ നിന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തി വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. കാരണം ചില കാലങ്ങളായി നീ ഒത്തിരി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരിക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. ചെറിയ ചുരുങ്ങിയ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. എന്താണ് അതിനു വേണ്ടി ചെയ്തത്? ഏലിയാവ് ഒരു യാഗപീഠം ഉണ്ടാക്കി, തന്നെ തന്നെ ഒന്ന് പണിഞ്ഞു, തന്നെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തി, തന്നെ തന്നെ ഒന്ന് ജീവിതത്തിൽ നിന്ന് ആമേനൊന്ന് മെനഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അധിക സമയം വേണ്ടി വന്നില്ല. അടുത്ത വാക്യത്തിൽ ആമേ സ്തോത്രം തീ കൊണ്ട് ഉത്തരം അരുളട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ തീ ഇറങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. നിന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കുന്ന പ്രാർത്ഥനക്കാരനായി തീർന്നാൽ ആമേൻ അധികം നീട്ടി പ്രാർത്ഥിക്കുന്നതിലോ അധികം നീട്ടി ചൊല്ലുന്നതിലോ ഒന്നും അർത്ഥമില്ല കുഞ്ഞ്. ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത്, ഒരു ചെറിയ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. നമുക്കറിയാം, ദാനിയേലിനെ കുറിച്ച് അറിയാം. ദാനിയേലിന് വിരോധമായി ആമേൻ കയ്യെടുത്ത രേഖകൾ അവന് വിരോധമായി എഴുതിയപ്പോൾ അവൻ ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. യെരൂശലേമിന് നേരെ നോക്കി അവന്റെ കിളിവാതിലുകൾ തുറന്ന് അവൻ സ്വർഗത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്കായി ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പുല്ലാൻമണിയിൽ പ്രയർ ഹാളിലേക്ക് പ്രാർത്ഥനയ്ക്കായി വില കൊടുത്ത് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പോകുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ക്ഷാമങ്ങൾ മാറുവാനായിട്ടിടയായി തീരും. 3.5 ആണ്ട് വരൾച്ചയായിരുന്ന സ്ഥാനത്ത് ദൈവം അതിനെ സസ്യമേഖലകളാക്കി മാറ്റുവാനായിട്ട് ഇടയായിരുന്നു. 3.5 ആണ്ടിലെ ഞെരുക്കങ്ങളെ ദൈവം നിമിഷ നേരം കൊണ്ട് അത്ഭുതകരമാക്കി മാറ്റി. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ തയ്യാറാകുമോ? പുല്ലാനിമണ്ണിൽ പ്രയറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ അവിടെ വരുവാൻ മറക്കരുത്. എല്ലാ ചൊവ്വാഴ്ചയും എല്ലാവരും കൂടെ കൂടി വരുന്ന സഭാവ്യത്യാസമെന്നെ, എല്ലാ മതവ്യത്യാസമെന്നെ നാം ഒരുമിച്ച് അവിടെ ദൈവത്തെ ആരാധിക്കുകയാ. അവിടെ ഭാഷാ വ്യത്യാസമില്ല, സമൂഹ വ്യത്യാസമില്ല, ഇന്നാരും ഇന്നാരെന്നൊരു അഭിപ്രായ വ്യത്യാസമില്ല. ദൈവം എല്ലാവർക്കും നല്ലവനാണ്. നിങ്ങൾ നിശ്ചയമായും കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ. അടുത്ത ആഴ്ച മുതൽ ദൈവത്തിന് സ്തോത്രം, ദൈവഷ്ടമായാൽ ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് യാത്രയാകുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അമേരിക്കൻ ഐക്യനാട് ഉണ്ടെങ്കിൽ അവിടെ ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നെങ്കിൽ, അവിടെ ഒരു പ്രാർത്ഥന ആഗ്രഹിക്കുന്നെങ്കിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി എന്നെ ബന്ധപ്പെടുക. ആമേൻ. ഞാൻ അവർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് മീറ്റിംഗിനായി കടന്നു പോകുന്ന നിമിത്തം സ്നേഹത്തോടെ ശ്രദ്ധിക്കണമേ. അടുത്ത ആഴ്ച മുതൽ കർത്താവിൽ ശ്രേഷ്ഠ അഭിഷേകൻ ജോജി മോൾ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവവചനം പങ്കിടുന്നതായിരിക്കും. പ്രോഗ്രാം കാണുമ്പോൾ മറക്കരുത്. ആമേൻ. ദേവദാസൻ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ആഴമായി സംസാരിക്കുന്നതായിരിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്ന സമയം വരെയും അവിടെ വിടങ്ങളായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കോട്ടയായിരിക്കട്ടെ. ആരുടെയെങ്കിലും ആവശ്യങ്ങൾ ആമേൻ നിങ്ങൾക്ക് ബന്ധപ്പെടുവാനുള്ള ഏതെങ്കിലും ഫോൺ നമ്പറുകൾ അവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായും എന്നെ ബന്ധപ്പെടുക. ഞാൻ അവർക്കായി പ്രാർത്ഥിച്ച മടങ്ങി വരും. ഈ കൂട്ടായ്മ അവിടെ ആവശ്യമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. നിശ്ചയമായിട്ടും ദൈവം അവസരത്തെത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് രാത്രി നല്ല ഒരു പ്രാർത്ഥന വീരനായി തീർന്ന ദൈവം നിങ്ങളെ സഹായിക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് മടങ്ങുന്ന കർത്താവേ, കർത്തനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഇവരുടെ പ്രാർത്ഥനാ വീരന്മാരായി ഓരോ കുടുംബങ്ങളെ പ്രാർത്ഥനാ വീരന്മാരായി തീരട്ടെ. ഇവിടെ പ്രാർത്ഥനയുടെ ശക്തി നിമിത്തം അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളോട് പ്രസ്താവിച്ചത് ഇവിടെ ജീവിതത്തിൽ അത് ക്രിയയാകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ അത് ക്രിയയായി തീരട്ടെ. ഒന്നും അവർക്ക് നഷ്ടമാകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കട്ടെ. സകലത്തിന് ഇവിടെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ വചനം സംസാരിക്കുന്ന അങ്ങോട്ട് അപേക്ഷിക്കാനും ജോലിമാരായി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ കുഞ്ഞിനെ അധികാരത്തോട് പിന്നെ റാണിപ്പെട്ടവരോട് സംസാരിക്കുവാൻ ദൈവം നമ്മുടെ അനുഭവിക്കട്ടെ. അത് നിമിത്തം ഈ CCTV ചാനൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ആമേൻ. സ്വർഗത്തിൽ ദൈവയാക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുള്ള കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഈ ദിവസങ്ങളിലെ സ്ത്രീകൾക്ക് ദൈവം ആമേൻ അത്ഭുതകരമായ മാറ്റങ്ങളെ വരുത്തത് കാഴ്ചപ്പെട്ട് മോഷിച്ചതുപോലെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി കേൾക്കുവാൻ സ്വർഗം കൃപയും യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
പ്രോഗ്രാം കാണുവാൻ മറക്കരുത്. എല്ലാ ശനിയാഴ്ചയും ഇതേ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഞങ്ങളുമായി പങ്കുചേരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.